എല്ലാവർക്കും നമസ്കാരം. സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ എങ്ങനെയായിരുന്നു കെട്ടിപ്പടുത്തത്? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തേടി നമ്മൾ പോകുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിലേക്കാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു വലിയ രാജ്യത്തെ രൂപപ്പെടുത്തിയ ആ കഥ നമുക്കൊന്ന് വിശദമായി നോക്കാം. നമുക്ക് ഈ ഒരു സംഖ്യയിൽ നിന്ന് തന്നെ തുടങ്ങാം. 80%. ഒന്ന് ആലോചിച്ചു നോക്കൂ. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ രാജ്യത്തെ 10ൽ 8 പേരും കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. ഇതായിരുന്നു നെഹ്റുവിനും അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്നവർക്കും മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയപ്പോൾ നമുക്ക് കിട്ടിയത് ഏതാണ്ട് ശൂന്യമായൊരു രാജ്യമായിരുന്നു. അപ്പോൾ ഒരു പുതിയ രാഷ്ട്രം ആദ്യം മുതൽ കെട്ടിപ്പടുത്തുക എന്നൊരു ഹിമാലയൻ ടാസ്കായിരുന്നു അന്നത്തെ നേതാക്കളുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. ഇതായിരുന്നു അക്ഷരാർത്ഥത്തിൽ 1947 ഇന്ത്യയുടെ അവസ്ഥ. നമ്മുടെ നട്ടെല്ലായ കാർഷിക മേഖല ആകെ തകർന്നു കിടക്കുന്നു. വ്യവസായങ്ങളെന്ന് പറയാൻ കാര്യമായിട്ട് ഒന്നും തന്നെയില്ല. ജനങ്ങളാണെങ്കിലോ കൊടും പട്ടിണിയിലും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നാണ് ആധുനിക ഇന്ത്യയുടെ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കും? ഇതിനെ നേരിടാൻ നെഹ്റുവിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അത് വെറും ഒരു കോപ്പിയേടിയായിരുന്നില്ല, മറിച്ച് ഇന്ത്യയുടെ സാഹചര്യങ്ങൾക്ക് വേണ്ടി മാത്രമുണ്ടാക്കിയെടുത്ത ഒരു പുതിയ സാമ്പത്തിക മോഡലായിരുന്നു. ഇതിനെയാണ് ചരിത്രകാരന്മാർ നെഹ്റുവിയൻ സോഷ്യലിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നു അത്? രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം ലോകം 2 ചേരികളായി തിരിഞ്ഞിരിക്കുകയാണ്. ഒന്ന് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മുതലാളിത്തം, മറ്റൊന്ന് സോവിയറ്റ് യൂണിയന്റെ കമ്മ്യൂണിസം. നെഹ്റു പറഞ്ഞു, നമുക്ക് ഈ 2 തീവ്രമായ വഴികളും വേണ്ട, നമുക്ക് നമ്മുടേതായ ഒരു മധ്യമാർഗം വേണം. അതായത് സർക്കാർ മുൻകൈയെടുത്ത് വികസനം കൊണ്ടുവരുന്ന, എന്നാൽ പൂർണ്ണമായും ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഒരു പാത. ഈ ഒരാശയത്തിന് പ്രധാനമായും 3 ചേരുവകൾ ഉണ്ടായിരുന്നുവെന്ന് പറയാം. ഒന്ന് ബ്രിട്ടനിലെ ഫേബിയൻ സോഷ്യലിസം, അതായത് വിപ്ലവത്തിലൂടെയല്ല മറിച്ച് ജനാധിപത്യപരമായ രീതിയിൽ പതുക്കെ പതുക്കെ മാറ്റങ്ങൾ കൊണ്ടുവരിക. 2 സോവിയറ്റ് യൂണിയന്റെ ആസൂത്രണ മാതൃക, സർക്കാർ മുൻകൈയെടുത്ത് വലിയ വ്യവസായങ്ങൾ തുടങ്ങുക എന്ന ആശയം അവിടെ നിന്നാണ് എടുത്തത്. പക്ഷേ ഒരു വലിയ പക്ഷയുണ്ട്. സോവിയറ്റ് യൂണിയനിലെ ഏകാധിപത്യത്തെ നെഹ്റു പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. മൂന്നാമതായി ഗാന്ധിയൻ മൂല്യങ്ങൾ, അതായത് ഗ്രാമങ്ങൾക്കും പാവപ്പെട്ടവർക്കും എപ്പോഴും മുൻഗണന നൽകുക. അപ്പോൾ ഈ തത്വചിന്തകളൊക്കെ എങ്ങനെയാണ് പ്രയോഗത്തിൽ വരുത്തിയത്? അവിടെയാണ് മിശ്ര സമ്പദ്വ്യവസ്ഥ അഥവാ മിക്സ്ഡ് ഇക്കണോമിയുടെ പ്രാധാന്യം. അതായത് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുമുണ്ടാകും, അതോടൊപ്പം സ്വകാര്യ കമ്പനികളുമുണ്ടാകും. രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കും. എന്നാൽ രാജ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയുമെല്ലാം സ്റ്റിയറിംഗ് സർക്കാരിന്റെ കയ്യിലായിരിക്കും. ശരി, തിയറിയൊക്കെ കൊള്ളാം. പക്ഷേ ഇത്രയും വലിയ ആശയങ്ങൾ എങ്ങനെയാണ് രാജ്യത്ത് നടപ്പിലാക്കിയത്? അതിനുള്ള ഉത്തരമായിരുന്നു പഞ്ചവത്സര പദ്ധതികൾ. ഈ പദ്ധതികൾക്കെല്ലാം രൂപം നൽകാനായി 1950 പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചു. ഇതിന് പ്രചോദനമായത് സോവിയറ്റ് യൂണിയനിലെ ഗോസ് പ്ലാൻ എന്ന സംവിധാനമാണ്. നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ അത് എവിടെ, എങ്ങനെ, എന്തിനു വേണ്ടി ചിലവഴിക്കണമെന്ന് കൃത്യമായി പ്ലാൻ ചെയ്യണം. ഓരോ 5 വർഷത്തേക്കുമുള്ള സാമ്പത്തിക ലക്ഷ്യങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ച് നടപ്പാക്കുക. അതായിരുന്നു പ്ലാനിംഗ് കമ്മീഷന്റെ പ്രധാന ജോലി. അങ്ങനെ ഇന്ത്യയുടെ ഭാവി നിർണയിച്ച ആദ്യത്തെ 3 പദ്ധതികൾ വന്നു. 1951 തുടങ്ങിയ ഒന്നാം പദ്ധതിയുടെ ഫോക്കസ് കൃഷിയായിരുന്നു. 1956 വന്ന രണ്ടാം പദ്ധതി വ്യവസായങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. 1961 മൂന്നാം പദ്ധതിയോ ഇത് രണ്ടിനും ഒരുപോലെ ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ടു. ഈ മാറ്റം വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. ഒന്നാം പദ്ധതിയുടെ ലക്ഷ്യം വളരെ ബേസിക്കായിരുന്നു. രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ വിശപ്പടക്കുക, അതായത് ഭക്ഷ്യസുരക്ഷ. അതിനുവേണ്ടി ഭക്ര നങ്കൽ പോലുള്ള വലിയ അണക്കെട്ടുകളുണ്ടാക്കി. എന്നാൽ രണ്ടാം പദ്ധതി ആയപ്പോഴേക്കും ഗിയറങ്ങ് മാറി. ഫോക്കസ് പൂർണ്ണമായും വ്യവസായങ്ങളിലേക്കായി. ഭിലായി, റൂർക്കല പോലുള്ള കൂറ്റൻ സ്റ്റീൽ പ്ലാന്റുകൾ സ്ഥാപിച്ചു. ലക്ഷ്യം ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് വിദേശത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിനു പകരം നമ്മൾ ഉപയോഗിക്കുന്ന സൂചി മുതൽ കാറ് വരെയെല്ലാം ഇനി ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക. പക്ഷേ നിർഭാഗ്യവശാൽ കൃഷിക്കും വ്യവസായത്തിനും ഒരുപോലെ പ്രാധാന്യം കൊടുക്കാൻ ശ്രമിച്ച മൂന്നാം പദ്ധതിക്ക് വലിയൊരു തിരിച്ചടി കിട്ടി. 1962 ചൈനയുമായുള്ള യുദ്ധവും 1965 പാകിസ്ഥാൻ യുദ്ധവും നമ്മുടെ സാമ്പത്തിക പദ്ധതികളെ ആകെ തകിടം മറിച്ചു കളഞ്ഞു. ശരി, അപ്പോൾ ഇത്രയും വർഷത്തെ ഈ ആസൂത്രണത്തിൻ്റെയൊക്കെ ഒരു ഫലം എന്തായിരുന്നു? നമുക്കതിൻ്റെ നല്ല വശങ്ങളും മോശം വശങ്ങളും ഒന്ന് സത്യസന്ധമായി പരിശോധിക്കാം. നേട്ടങ്ങളുടെ ലിസ്റ്റ് അത്ര ചെറുതൊന്നുമല്ല കേട്ടോ.
ബെൽ, സെയിൽ പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ത്യയുടെ വ്യവസായ നട്ടെല്ലായി മാറി. ഹരിതവിപ്ലവത്തിന് അടിത്തറയിട്ടതിലൂടെ രാജ്യം പതിയെ ഭക്ഷ്യസ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങി. IIT-കളും IIM-കളും പോലുള്ള ലോകോത്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഏറ്റവും പ്രധാനമായി ഇന്ത്യയുടെ സാക്ഷരതാ നിരക്ക് 3 ഇരട്ടിയായി കുതിച്ചുയർന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ നാണയത്തിനൊരു മറുവശം കൂടിയുണ്ടായിരുന്നു. സർക്കാരിന്റെ അമിതമായ നിയന്ത്രണങ്ങൾ ലൈസൻസ് രാജ് എന്നറിയപ്പെടുന്ന ഭീകരമായ ഒരു ചുവപ്പ് നാടയ്ക്ക് കാരണമായി. ഇത് വ്യാപകമായ അഴിമതിയിലേക്കും കാര്യങ്ങൾ വൈകുന്നതിലേക്കും നയിച്ചു. പുറത്തുനിന്നുള്ള കമ്പനികളുമായി മത്സരമില്ലാതായതോടെ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വളരെ മോശമായി. അപ്പോൾ എന്താണ് ഈ ലൈസൻസ് രാജ്? ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നും. വളരെ സിമ്പിളാണ്. ഒരു ബിസിനസ് തുടങ്ങാനും അത് നടത്തിക്കൊണ്ടുപോകാനും സർക്കാരിൽ നിന്ന് ഒരുപാട് ലൈസൻസുകളും അനുമതികളും വേണ്ടിയിരുന്ന ഒരു സംവിധാനമായിരുന്നു അത്. ഉദ്ദേശം നല്ലതായിരുന്നു, ഒരു നിയന്ത്രണം വേണം. പക്ഷേ ഫലത്തിൽ സംഭവിച്ചതെന്താ? എല്ലാത്തിലും കാലതാമസം, പിന്നെ അഴിമതിയും. അപ്പോൾ ഇത്രയും കേട്ടുകഴിയുമ്പോൾ ഈ കാലഘട്ടത്തെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഒരുപാട് ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുമുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ, ഇതാണ് ആധുനിക ഇന്ത്യയുടെ അടിത്തറ. ചുരുക്കി പറഞ്ഞാൽ, നെഹ്റു ഒരു ശൂന്യതയിൽ നിന്നാണ് ആധുനിക ഇന്ത്യയെ കെട്ടിപ്പടുത്തത് എന്ന് തന്നെ നമുക്ക് പറയാം. ഒരുപാട് വിമർശനങ്ങളും പോരായ്മകളും ഒക്കെ ഉണ്ടെങ്കിലും ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യ നിലകൊള്ളുന്ന വ്യാവസായിക, കാർഷിക, വിദ്യാഭ്യാസ അടിത്തറ പാകിയത് അദ്ദേഹത്തിന്റെ ആ ദർശനങ്ങളും നയങ്ങളുമായിരുന്നു. ഈയൊരു വിശകലനം ഇവിടെ നിർത്തുമ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ചോദ്യം വെക്കുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നെഹ്റു തെരഞ്ഞെടുത്ത ഈ മിശ്ര സമ്പദ്വ്യവസ്ഥയുടെ വഴിയല്ലായിരുന്നു ഇന്ത്യ അന്ന് സ്വീകരിച്ചിരുന്നതെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താകുമായിരുന്നു? ചിന്തിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണത്. Like, share and subscribe to Sri Narayana Guru Open University Tutor for more learning.